ഈ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, യഹ്ദി, അത് നമുക്ക് വഴി കാണിച്ചു തരികയാ. അല്ലാഹുവേ, യഥാർത്ഥ വഴികളിലൂടെ സഞ്ചരിക്കാൻ കൊതിക്കുന്നവർക്ക് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് വഴികാട്ടിയാണ് കേട്ടോ. നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? തെറ്റിപ്പോകാത്ത, വളഞ്ഞ വഴിയല്ലാത്ത യഥാർത്ഥ വഴിയിലേക്ക് പോകണമെന്ന് ആർക്കെല്ലാം ആഗ്രഹമുണ്ടോ? സത്യത്തിന്റെ വഴികളെ പിൻപറ്റാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഖുർആനെ മുറുകെ പിടിച്ചോളി. ഖുർആനാണ് അത് യഥാർത്ഥമായ വഴി നമുക്ക് പഠിപ്പിച്ചിരുന്നു. ഇതും ഉൾക്കൊള്ളുന്ന വ്യക്തികൾക്ക് അല്ലാഹു കൊടുക്കുന്ന സന്തോഷം എന്താണ്? വയുബശ്ശിറുൽ മുഅ്മിനീൻ الذين يعملون الصالحات أن لهم أجرا كبيرا. സ്വാലിഹായ കർമ്മങ്ങൾ, സത്കർമ്മങ്ങൾ ചെയ്യുന്നവരാരാണോ അവർക്ക് വണ്ണമായ ഉന്നതമായ പ്രതിഫലവും അവർക്ക് സ്വർഗത്തിലെ ആരാമങ്ങളുമുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സത്യവിശ്വാസികൾക്ക് സന്തോഷം പകർന്നു കൊടുക്കുകയാണ്. ഈ ഖുർആനിനെ അംഗീകരിച്ചവർ, ഖുർആനിനെ ആദരിച്ചവർ, ഖുർആനിനെ ബഹുമാനിച്ചവർ, ഈ ഖുർആനുമായി മുന്നോട്ട് പോയവർ ആരാണോ അവർക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങളുണ്ടെന്ന് ഖുർആൻ നമുക്ക് ഇറക്കി തന്ന പടച്ച തമ്പുരാൻ നമ്മളോട് പറയുകയാണ്. മറിച്ച് വഅന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറ അഅതദ്നാ ലഹും അദാബൻ അലീമാ. ഈ ഖുർആനുമായി പുലബന്ധം പോലുമില്ലാതെ കേവലം ഒരു നാമധാരിയായ മുസ്ലിമായി ജീവിച്ച് ആഖിറത്തെ കുറിച്ച് വിശ്വാസമില്ല, പരലോകത്തെ കുറിച്ച് വിശ്വാസമില്ല, നേരം വെളുക്കുമ്പോൾ വൈകിട്ട് വരെ ദുനിയാവിന്റെ പിന്നാലെ പോയി അടിച്ചു പൊളിച്ച് സമയം കളയുന്ന മനുഷ്യ, നാളെ ആഖിറത്തിൽ നീ ഖേദിക്കേണ്ടി വരും കേട്ടോ. ആ ആഖിറത്തെ നിനക്ക് വിശ്വാസമില്ലാതെ മരിച്ചു പോയാൽ അഅതദ്നാ ലഹും അദാബൻ അലീമാ, വേദനയേറിയ നാണം കെട്ട ശിക്ഷ നിനക്ക് വേണ്ടി നാം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുമ്പോ, നേരായ മാർഗത്തെ സ്വീകരിക്കണേ, ആ വഴികളിലൂടെ സഞ്ചരിക്കണേ, എങ്കിൽ നിനക്ക് ഉന്നതമായ പ്രതിഫലമാവുള്ളത്. അതിനൊരേ ഒരു വഴി ഖുർആനെ മുറുകെ പിടിക്കലാണ്. ഖുർആനെ മുറുകെ പിടിക്കലാണ്. നമ്മുടെ കാറ്റലോഗല്ലേ പരിശുദ്ധമായ ഖുർആൻ. കത്തോതാൻ വേണ്ടി മാത്രമുള്ള സാധനമല്ല, നേർച്ചയ്ക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയുള്ള സാധനമല്ല. നമ്മുടെ സഹോദരിമാർ അസുഖം വരുമ്പോൾ അള്ളാഹു ഒരു ഖുർആൻ ഞാൻ നേർച്ച നേരെ നേക്കാം, എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങളൊരു ഖുർആൻ വാങ്ങി അവിടെ കൊണ്ട് കൊടുക്ക്. ഇങ്ങനെയൊക്കെ നേർച്ചയ്ക്ക് വേണ്ടി നമ്മൾ വാങ്ങുന്ന ഒരു സാധനമല്ല അത് കേട്ടോ. ചിന്തിക്കണം. എത്രയോ പള്ളിയുടെ അലമാരയില് ഖുർആൻ പൊതിയോടുകൂടി പൊതി പോലും ഇളക്കാതെ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എത്രയോ മസാജിദുകളുണ്ട്. നിങ്ങൾ മസ്ജിദുകളുടെ അലമാരകൾ ഒന്ന് പരതി നോക്കണേ. വർഷങ്ങളായി ഖുർആൻ അവിടെ അട്ടിയടുക്കി വെക്കപ്പെട്ടിരിക്കുകയാ. അതിൻ്റെ പുറം തോട് പോലും ഭാഗം പോലും പൊളിച്ചിട്ടില്ല. എങ്ങനെയാണോ കവറോടുകൂടി പേപ്പറിൽ പൊതിഞ്ഞു വെച്ചത് അതേപോലെ ഇരിപ്പുണ്ട്. തുറന്നു നോക്കൂല്ല ഖുർആൻ. യജീഉ യൗമൽ ഖിയാമത്തിൽ ഖുർആൻ. ഖുർആൻ അല്ലാഹുവിന്റെ കോടതിയിൽ നാളെ പരാതി പറയുമത്രേ. യാ റബ്ബി, പടച്ചവനേ, മസ്സഖൂനി ഹറഖൂനി. പരിശുദ്ധമായ ഖുർആൻ ഓതാത്തവരെ, ഖുർആനുമായി ബന്ധമില്ലാത്തവരെ, ഖുർആൻ തൻ്റെ ഖൽബിനോട് ചേർത്ത് വെക്കാത്തവരെ, ആ ഖുർആനിൻ്റെ ഉൾസാരങ്ങളും ഉള്ളടക്കങ്ങളും തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാത്തവരെ, ഈ ഖുർആൻ നമുക്കെതിരെ നാളെ റബ്ബിൻ്റെ കോടതിയിൽ പറയുകയാണ്. അള്ളാന്റെ കോടതിയിൽ എത്തിയിട്ട് അവലാതി ബോധിപ്പിക്കുകയാണ്, നമ്മെക്കുറിച്ച് പരാതി പറയുകയാണ്. യജീഉൽ ഖുർആനു യൗമൽ ഖിയാമ. ഖുർആൻ ഖിയാമത്ത് നാളിൽ നമ്മുടെ മുന്നിലേക്ക് ഇതാ വരികയാണ്. യാ റബ്ബി, പടച്ചവനേ, ഹറഖൂനി വമസ്സഖൂനി. എന്നെ കത്തിച്ച് കളഞ്ഞവനാണ്, എന്നെ കീറിക്കളഞ്ഞവനാണ്. അത് സംഘ് പരിവാറല്ല കേട്ടോ, അത് RSSകാരല്ല കേട്ടോ. ഖുർആൻ കത്തിച്ചത് ഈ സമുദായമാണ് അല്ലാഹ്. അതുകൊണ്ട് അവരെ നീ പിടിക്കണേ പടച്ച റബ്ബേ. നമുക്കെതിരെ ഖുർആൻ അല്ലാഹ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.
പടച്ചവനെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഖുർആൻ നമുക്കെതിരെ സംസാരിക്കുകയാണ്. ഖുർആനുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർ, നമ്മുടെ ബാധ്യതയല്ലേ, നമ്മുടെ കാറ്റലോഗ് അല്ലേ നമ്മൾ സ്വീകരിക്കണം, നമ്മുടെ കൽബി കൊണ്ട് നടക്കണ്ടേ ഖുർആൻ. ഇല്ലെങ്കിൽ ഈ ഖുർആൻ നമുക്ക് എന്താ വെള്ളം, അതുകൊണ്ട് എന്താ പ്രയോജനം? നമുക്ക് ഇതുമായിട്ട് ബന്ധമില്ലെങ്കിൽ പിന്നെ എന്ത് മുസ്ലിം? നമുക്ക് നാളെ നമ്മുടെ ഈ ഖുർആൻ നമുക്ക് അനുകൂലമായി നാളെ നമുക്ക് ആഖിറത്തിൽ വരണം, അനുകൂലമായി വരണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അൽ ഖുർആൻ ശാഫിഉൻ മുശഫഉൻ ഔ മാഹിലുൻ മുസദ്ദഖുൻ ഫമൻ ജഅലഹു അമാമഹു ഖാദഹു ഇലൽ ജന്ന വമൻ ജഅലഹു വറാഅഹു സാഖഹു ഇലൻ നാർ കമാ ഖാല റസൂലുള്ളാഹി. നാളെ ഖുർആൻ ഒരിക്കൽ നിനക്ക് അനുകൂലമായിരിക്കും, അല്ലെങ്കിൽ നിനക്ക് പ്രതികൂലമായിരിക്കും. ആരാണോ ഖുർആനിനെ മുൻനിർത്തി ജീവിക്കുന്നത്, തൻ്റെ മുന്നിൽ ഖുർആനിനെ ഇമാമാക്കി നിർത്തിയിട്ട് മഅ്മൂമായി പുറകിൽ നിന്ന് സഞ്ചരിക്കുന്നവർ ആരാണോ, ഖാദഹു ഇലൽ ജന്ന, ആ ഖുർആൻ നിന്നെ സ്വർഗ്ഗത്തിലേക്ക് നയിക്കുമത്രേ. ഫമൻ ജഅലഹു വറാഅഹു, ആരാണോ പിന്നിൽ നിന്ന് ആ ഖുർആനിനെ അവഗണിക്കുന്നത്, ഖുർആനിനെ പിന്നിലാക്കി നടക്കുന്നതും സഞ്ചരിക്കുന്നതും ആരാണോ, സാഖഹു ഇലന്നാർ, ആ ഖുർആൻ അവനെ വലിച്ച് നരകത്തിൽ എറിയുമത്രേ. അല്ലാഹുമ്മ അജിർനാ മിൻ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ദാലിക്, അല്ലാഹു അതിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മളെ തള്ളി നേരെ കൊണ്ടുപോയി നരകത്തിൽ തള്ളും. ഖുർആനെ പരിഗണിക്കാത്തവർ എങ്ങനെയാണ്? ദിവസം തോറും നമ്മുടെ ബാധ്യതയല്ലേ ഖുർആൻ 100 ആയത്ത് ഒരു ദിവസം കുറഞ്ഞത് ഓതിയിരിക്കണം. ഒരു ദിവസം 100 ആയത്ത് ഓതാത്തവർക്ക് ഖുർആൻ നാളെ എതിരെ വരും. ഒരു ദിവസം 100 ആയത്ത് ഓതിയിരിക്കണം. സാധാരണക്കായ ആളുകൾ ഖുർആനിനെ കുറിച്ച് ഓർക്കാറില്ല. കച്ചവടം ചെയ്യാൻ അവർക്ക് കഴിവുണ്ട്, കണക്ക് കൂട്ടാൻ കഴിവുണ്ട്, കാൽക്കുലേറ്ററിന്റെ ആവശ്യമില്ല. പടച്ചവനെ, ഏത് ബസ്സിൽ കയറി എവിടെ ഇറങ്ങിയാൽ എത്ര മണിക്ക് എത്താൻ കഴിയുമെന്നും അവർക്കറിയാം. പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു 100 ആയത്ത് പഠിക്കാൻ അവരെ കൊണ്ട് കഴിയില്ലേ? അതിനുവേണ്ടി അവർ മെനക്കെടാറില്ല, പരിശ്രമിക്കാറില്ല. അതുകൊണ്ട് സഹോദരാ, ആ ഖുർആനിനെ നമ്മൾ സ്നേഹിക്കണം, ആ ഖുർആനിനെ നമ്മൾ പഠിക്കണം. ഖുർആനിനെ നമ്മൾക്ക് കഴിയുമെങ്കിൽ മനനം ചെയ്യാൻ പരിശ്രമിക്കണേ. ഇന്നല്ലാഹ ഖറഅ ത്വഹ വയാസീൻ ഖബല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർളി ബിഖംസീന അൽഫി സന ഫലമ്മാ സമിഅത്തിൽ മലായിക ഖാലൂ തൂബാ ലിഉമ്മത്തിൻ യൻസിലു ഹാദാ. ഈ ലോകത്തെ സൃഷ്ടിക്കപ്പെടുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ സൂറത്തു ത്വാഹ യാസീൻ പാരായണം ചെയ്തില്ലേ? അത് കേട്ടതാരാ? മാലാകമാരല്ലേ അത് കേട്ടത്? ഫലമ്മാ സമിഅത്തിൽ മലായിക, മാലാകമാർ അത് കേട്ടപ്പോ ഖാലൂ, അവർ ഇതാ പറയുകയാണ്, തൂബാ ലി ഉമ്മത്തിൻ യൻസിലു ഹാദാ. നമ്മൾ എത്ര അനുഗ്രഹീതരാണ്! അള്ളാഹു നമ്മളെ ആദരിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ? എന്തുകൊണ്ടാണ് അള്ളാഹു നമ്മളെ ആദരിച്ചത്? ഈ ഖുർആൻ തന്നിട്ടല്ലേ അള്ളാഹു നമ്മളെ ആദരിച്ചത്? മാലാകമാർ വാനമണ്ഡലത്തിൽ വെച്ച് അവർ നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ഫലമ്മാ സമിഅത്തിൽ മലായിക, മാലാകമാർ അള്ളാഹു ഓതിയത് കേട്ടപ്പോ ഖാലൂ, അവർ പറയുകയാണ്, അത്ഭുതത്തോടുകൂടി അവർ ദുആ ചെയ്യുകയാണ്, അനുമോദനങ്ങൾ അർപ്പിക്കുകയാണ്. തൂബാ ലി ഉമ്മത്തിൻ യൻസിലു ഹാദാ. ഏതൊരു ഉമ്മത്തിന്റെ മേലാണോ ഇത് അവതരിപ്പിക്കപ്പെടുന്നത്, ഇറക്കപ്പെടുന്നത്, ആ സമുദായത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഭാവുകങ്ങളും ഉണ്ടാകട്ടെ. മലക്കൾ നമുക്കൊണ്ട് ദ്വാരക്കണം. ആകാശ ഭൂമി സൃഷ്ടിക്കപ്പെട്ട 50,000 വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ നമുക്ക് വേണ്ടി മലക്കൾ ദ്വാ ചെയ്യാം. ഈ ഉമ്മത്തിന് വേണ്ടി എത്ര വർഷമായി ആലോചിച്ച് നോക്ക്. അന്ന് നമുക്കൊണ്ട് ദ്വാ ചെയ്തു. സൂറത്ത് ത്വാഹ, സൂറത്ത് യാസീൻ അല്ലാഹു ഓതി. വീണ്ടും ഓതിയപ്പോൾ മലക്കുകൾ പറയുകയാണ്, തൂബാ ലിഖുലൂബിൻ യഹ്ഫളു ഹാദാ. 300ഓളം ഹാഫിളീങ്ങളെ വാർത്തെടുത്ത മദ്രസയല്ലേ
അവരുടെ മാതാപിതാക്കളെ നിങ്ങൾക്ക് എത്ര സന്തോഷമാണ്. ആ മാതാപിതാക്കൾ അടക്കമുള്ളവർക്ക് വേണ്ടി മാലാഖമാരിതാ വർഷങ്ങൾക്ക് മുമ്പ് ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ഇതാ വാനമണ്ഡലത്തിൽ വെച്ച് അള്ളാന്റെ അടുക്കൽ വെച്ച് അവർ ദുആ ചെയ്യുകയാ, തൂബാ ലിഖുലൂബിൻ യഹ്ഫളു ഹാദാ. ഏത് ഖൽബുകളാണോ ഇത് മനനം ചെയ്ത് സൂക്ഷിക്കുന്നത്, ഏത് ഖൽബുകളാണോ ഇത് ഏറ്റെടുത്തത്, ആ ഹൃദയങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഭാവുകങ്ങളും ഉണ്ടാകട്ടെ. ഹാഫിളിങ്ങൾക്ക്, പരിശുദ്ധ ഖുർആൻ പഠിച്ചവർക്കും മനനം ചെയ്തവർക്കും ഹാഫിളിങ്ങൾക്ക് അള്ളാഹു മറ്റൊരു ഗുണം ചെയ്യുന്നുണ്ട്. ഖുർആൻ പഠിച്ചവർക്ക് അവർ മരിച്ചുപോയാൽ അവരെ ഖബർ തിന്നൂല, ഖബർ തൊടൂല, ഖബർ വേദനിപ്പിക്കൂല. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദാ മാത ഹാമിലുൽ ഖുർആൻ, ഒരു ഹാമിലുൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് നടക്കുന്നവൻ, ഹാഫിളായ ഒരു വ്യക്തി മരിച്ചാൽ, ആ ഖുർആനിന്റെ വഴികളിലൂടെ സഞ്ചരിച്ച വ്യക്തി മരിക്കുമ്പോ ഖാലല്ലാഹു തആല ഔഹല്ലാഹു ഇലൽ അർദ്, അല്ലാഹു ഭൂമിയോട് ഖബറിനോട് സന്ദേശം അറിയിക്കുകയാണ്. ഖബറിനോട് അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുകയാണ്, ഏ ഖബറേ അല്ലാ തുഅസിബഹു വലാ തഅകുൽ ജിസ്മഹു. ഖബറേ നീ ആ ഹാഫിളിനെ തിന്നരുത് കേട്ടോ, തൊട്ടുപോകരുത് കേട്ടോ, വേദനിപ്പിക്കരുത് കേട്ടോ. ഇന്നലിൽ ഖബരി ലളമ്മ, ഖബറിന് ഞെരുക്കമുണ്ടെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ ആ ഖബറിലേക്ക് കൊണ്ടുവെക്കപ്പെടുന്ന മയ്യത്ത് അല്ലാഹ്ക്ക് പൊരുത്തപ്പെട്ട മയ്യത്താണോ, ആ ഖബർ അവനെ ഒന്നും ചെയ്യുകയില്ല എന്നതിന്റെ തെളിവാണ് കേട്ടോ. അല്ലാഹു തആല ആ ഖബറിനോട് വിളിച്ചു പറയുകയാ, പരിശുദ്ധ ഖുർആൻ മനനം ചെയ്ത വ്യക്തിയെയാണ് ആ ഖബറിലേക്ക് വെക്കപ്പെടുന്നത്, അതുകൊണ്ട് ആ ശരീരത്തെ നീ തിന്നു കളയരുത് കേട്ടോ. ഖാലൽ അർളു ലിറബ്ബി, തന്റെ റബ്ബിനോട്, അല്ലാഹുവിനോട് ഈ പരിശുദ്ധമായ ഖുർആൻ ഓതിയ മനനം ചെയ്ത മയ്യത്ത് ആ ഖബറിലേക്ക് വരുമ്പോ ആ ഖബർ വിളിച്ചു പറയുകയാ, യാ റബ്ബി പടച്ചവനേ, കൈഫ ആകുലുഹു വകലാമുക ഫീ ജിസ്മിഹി, ഞാൻ അവനെ എങ്ങനെയാണ് ഭക്ഷിക്കുക റബ്ബേ, നിന്റെ പവിത്രമായ പരിശുദ്ധമായ ഖുർആൻ അവന്റെ ഖൽബിലുണ്ടായിരിക്കെ എനിക്ക് അവനെ തിന്നാൻ കഴിയൂലല്ലോ, അവനെ വേദനിപ്പിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് ഞാനൊന്നും അവനെ ചെയ്യൂല അല്ലാഹ്. ഖുർആൻ പഠിച്ചവനെ ഖബർ പോലും ഒന്നും ചെയ്യൂല, അത്രയ്ക്ക് മാത്രമാണ്. അള്ളാഹ് വിളിച്ചു പറഞ്ഞാണ്, തൊട്ടുപോകരുത് കേട്ടോ, തൊട്ടുപോകരുത്. ഖുർആൻ പഠിച്ചവനാ വന്നത്, തൊട്ടുപോകരുത്. അള്ളാഹു ആ ഒരു ക്വാളിറ്റിയിൽ നമ്മളെയൊക്കെ പെടുത്തട്ടെ. പഠിച്ചവനെ റബ്ബേ, ഖുർആൻ പഠിച്ചിട്ട് അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. ഏറ്റവും വലിയ, കാരണം അള്ളാന്റെ കലാമിലൂടെ അള്ളാഹു സ്വീകരിക്കുന്ന ഒരു നിലപാടാണ്. പഠിച്ചവന്റെ കലാമാണ്, അത് പഠിക്കാൻ അവർ താല്പര്യം കാണിച്ചു, അതുകൊണ്ട് ഖബറിൽ കൊണ്ടുവെക്കുമ്പോൾ വേദനിക്കുന്നത്. കാരണം ഖബർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. നമ്മുടെ കൗമിന് ഇന്ന് ഖബറിനെ കുറിച്ചൊന്നും വലിയ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഖബർ എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊരു പേടിയൊന്നുമില്ല. ഇതൊക്കെ ചുമ്മാ വെറുതെ ഉസ്താദ്മാരും മൊയ്ലിയാക്കന്മാരും വെറുതെ കിടന്ന് പറയുന്നതൊക്കെ. സൂറത്തു താഹ, ഫമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ളൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹശർതനീ അഅമാ വഖദ് കുന്തു ബസീറാ قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. പരിശുദ്ധ ഖുർആനിനെ അവഗണിക്കുന്നവരെ, ഖുർആൻ ഓതാത്തവരെ, ഖുർആനിന്റെ വഴികളെ തിരഞ്ഞെടുക്കാത്തവരെ, ഖുർആനിന്റെ വഴികളിലൂടെ തൻ്റെ മക്കളെ സഞ്ചരിപ്പിക്കാത്ത മാതാപിതാക്കളെ, പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ വിളക്കാണ്, നമ്മുടെ എല്ലാമാണ്, ജീവിതത്തിന്റെ തുടിപ്പാണ്, വഴികാട്ടിയാണ്, കെടാവിളക്കാണ്. ആ ഖുർആനിനെ ആരാണോ അവഗണിക്കുന്നത്, ആ ഖുർആനുമായി ബന്ധമില്ലാത്ത ആരാണോ, അങ്ങനെ അവർ മരണപ്പെട്ടു പോയാൽ
ഫഇന്ന ലഹു മഈശതൻ ലൻകാ, അവരുടെ ഖബർ ഞാൻ ഞെരുക്കി കളയും കേട്ടോ. അവർക്ക് ഞെരുക്കമായ ഭവനമാണ് നാം നൽകുക. ഈ ആയത്തിറങ്ങിയപ്പോ സഹാബാക്കൾ അത്ഭുതത്തോടെ നബി തങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. പരിശുദ്ധമായ മദീന പള്ളിയുടെ മിമ്പറിൽ ചാരിയിരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തോട് ചോദിക്കുകയാ, ഏ സഹാബത്തെ, അത്തദ്റൂന മൽ മഈശത്തുൽ ലൻഗ്, എന്താണ് മഈശത്തുൽ ലൻഗ് എന്ന് പറഞ്ഞാ നിങ്ങൾക്കറിയോ? ഞെരുക്കമായ ജീവിതം എന്തെന്ന് പറഞ്ഞാൽ അറിയുവോ? ഇടുക്കമായ ഭവനം എന്തെന്ന് പറഞ്ഞാൽ അറിയുവോ? ഖാലൂ, സഹാബത്ത് പറയുകയാണ്, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹു റസൂലുമല്ലാതെ ഞങ്ങൾക്കൊന്നും അറിയില്ല ഹബീബേ. ഉടനെ നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ വിശദീകരിച്ചു കൊടുക്കുകയാ, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട് കേട്ടോ. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ, അല്ലാഹുവിന്റെ ഇസ്മുകൾ അനുസരിച്ച് ജീവിക്കണം, പ്രവർത്തിക്കണം, ആ ഇസ്മുകളെ ഉയർത്തിപ്പിടിക്കണം, അതിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കണം കേട്ടോ. അതിനെ അംഗീകരിക്കാതെ ധിക്കാരികളായി കഴിഞ്ഞു മരിച്ചു പോകുന്നവർ ആരാണോ അവരുടെ ഖബറിടത്തിലേക്ക് 99 പാമ്പുകളെ അല്ലാഹു ഇറക്കുമത്രേ. 99 തിന്നീനാ, വിഷസർപ്പങ്ങളാണ് ഖിയാമത്ത് നാൾ വരെ അവനെ ഖബറിൽ കൊത്തിക്കൊണ്ടിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. 99 പാമ്പ് ഖബറിൽ ഇറക്കും അല്ലാഹു തആല. ഖുർആന്റെ അർത്ഥം, ഖുർആന്റെ വ്യാഖ്യാനമാണ്. 99 പാമ്പ്. ലികുല്ലി ഹയ്യത്തിൻ സബ്അതു റൂസ് ഔ തിസ്അതു റൂസ്, ഓരോ പാമ്പിനും 7 തലയും 9 തലകളുമാണ് കേട്ടോ. ചെറിയ തലയല്ല, ചെറിയ ഒരു തലയുള്ള പാമ്പല്ല. 2 തല മൂരി വന്നാൽ തന്നെ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റൂല. കിങ് കോബ്ര നിന്നാൽ എന്തായിരിക്കും രംഗം? അത്ര പേടിച്ചിട്ട് ഏറ്റവും വലിയ കിങ് കോബ്ര പേടിയാണ്, മലമ്പാമ്പിനെ പേടിയാണ്. മനുഷ്യനെ പോലും പിടുങ്ങി തന്നെ, ഒട്ടകത്തെ പോലും നിന്ന് കളയും. അപ്പൊ ഈ 99 പാമ്പ് ഖബറിനകത്ത് ഇറങ്ങുമ്പോൾ ഖബർ എന്താവും? ഞെരുങ്ങൂലേ? അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അഇദ്നാ മിൻ അദാബിൽ ഖബർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഓരോ പാമ്പിനും 9 തല 7 തല. അല്ലാഹു അക്ബർ. എന്തായിരിക്കും രംഗം? എന്തായിരിക്കും അരങ്ങം? ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്ക്, വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അങ്ങനെ ഒരു അവസ്ഥ അല്ലാഹു തആല അവന്റെ ഖബറിൽ ഉണ്ടാക്കുമെന്നാണ്. ഫൈന്ന ലഹു മഈശതൻ ലൻകാ, എന്നിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഫനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, അന്ധനായിട്ടാണ് നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ഇവിടെ ഒരു കുഴപ്പമില്ലാതെ കാരണം അവന് കണ്ണിനൊരു അസുഖമില്ലായിരുന്നു, അവൻ്റെ ബുദ്ധിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, അവനെ നമ്മളിവിടെ അടക്കം ചെയ്തു. മരിച്ചു കഴിഞ്ഞപ്പോൾ അവനോട് അടക്കി, ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോ ആമാ, അന്ധനാണ്, ഒന്നും കാണാൻ കഴിയുന്നില്ല, ഒരു രസങ്ങളും കാണാൻ കഴിയുന്നില്ല, ആഖിറത്തിന്റെ അവസ്ഥകൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഉടനെ ഇവൻ ആവലാദിയോടെ പരിതപിച്ചുകൊണ്ട് റബ്ബിനോട് ചോദിക്കുകയാ, ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുന്തു ബസീറാ. അല്ലാഹുവേ, ദുനിയാവിൽ 60 വയസ്സ് വരെ ജീവിച്ചവനാണ്, 70 വയസ്സ് വരെ ജീവിച്ചവനാണ്, 80 വയസ്സ് വരെ ജീവിച്ചവനാണ്, 40 വയസ്സ് വരെ, 33 വയസ്സ് വരെ, മരിക്കുന്നത് വരെ എനിക്ക് ലോങ് സൈറ്റോ ഷോർട്ട് സൈറ്റോ കണ്ണിന് പ്രശ്നമില്ല, എനിക്ക് നല്ല ദൂരക്കാഴ്ചയായിരുന്നു അല്ലാ. പക്ഷേ ഞാൻ ഇന്ന് ഈ ഖബറിലേക്ക് വന്ന് അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടപ്പോ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. പടച്ചവനേ, ലിമ ഹശർതനി അഅമാ, എന്നെ എന്തുകൊണ്ടാണ് നീ അന്ധനാക്കി ഉയർത്തെഴുന്നേൽപ്പിച്ചത് അല്ലാ? കണ്ണിരിക്കുമ്പോ കാണൂല. ഇനി നമ്മുടെ മുന്നിൽ ഖുർആനുണ്ട്, തുറന്നു നോക്കാൻ കണ്ണില്ല, കണ്ണുണ്ട്, ബസറുണ്ട്, ബസീറത്തില്ല. നമ്മുടെ മുന്നിൽ ഇരിപ്പുണ്ട് കണ്ണ്. എന്തിനാ മുന്നിൽ പോക്കറ്റിരിക്കുന്ന മൊബൈലിൽ നെക്കിയാലുണ്ട് ഖുർആന്. പള്ളിയിൽ പോയാൽ പള്ളിയിൽ ഇരിപ്പുണ്ട് ഖുർആന്. എവിടെ പോയാലും നമുക്ക് ഖുർആനുണ്ട്, തുറന്നു നോക്കാം. പക്ഷെ നോക്കാറില്ല. കണ്ണുണ്ട്, കാഴ്ചയില്ല. ഖുർആൻ നോക്കാൻ കാഴ്ചയില്ല.
സമയങ്ങളോളം മണിക്കൂറുകളോളം ഇൻസ്റ്റാഗ്രാമിൽ കളിക്കാൻ നമുക്ക് സമയമുണ്ട്, വാട്സപ്പിൽ ചാറ്റാൻ സമയമുണ്ട്, ഫേസ്ബുക്ക് കളിക്കാൻ സമയമുണ്ട്, ഉത്സവപ്പറമ്പിൽ പോയി സമയം കളയാൻ നമുക്ക് സമയമുണ്ട്, ഗാനമേള കാണാനും കേൾക്കാനും ആസ്വദിക്കാനും വാർത്തകൾ കാണാനും നമ്മൾ സമയം മെനക്കെടുത്താറുണ്ട്. നാളെ നമ്മുടെ ഈ തുറന്നു വെച്ച് കാണുന്ന ഈ കണ്ണുകളുടെ കാഴ്ചകൾ അല്ലാഹു നഷ്ടപ്പെടുത്തിയിട്ട് അന്ധനായി നാളെ മൈശറിലേക്ക് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആ ഒരു ദുരവസ്ഥയെ കുറിച്ച് സമുദായമേ എന്തേ നിങ്ങൾ ഓർക്കാത്തത്, ചിന്തിക്കാത്തത്? അതുകൊണ്ട് ആ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നതിന് മുമ്പ് ആ ഖുർആനിലേക്കൊന്ന് നോക്കണേ. ദുനിയാവിൽ ജീവിക്കുമ്പോൾ മനുഷ്യൻ ഇതൊന്നും ചിന്തിക്കൂല, മരിക്കുന്നതിന് മുമ്പ് ഇതൊന്നും മനുഷ്യൻ ചിന്തിക്കൂല. മരണത്തോടടുക്കുന്ന സമയമാകുമ്പം അല്ലാഹു തആല മലക്കളെ കൊണ്ടുവന്നെല്ലാം കാണിച്ചു കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് ഇനി നിന്റെ ജീവിതം, ഇനി ഭാവിയിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് കേട്ടോ. നീ മരിക്കാൻ പോവാണ്, നിന്നെ ഞങ്ങൾ കൊണ്ടുപോകണം, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാ. പക്ഷെ അതിന് മുമ്പ് ഇതൊക്കെ കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് സംഭവം. وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد. നീ മരിക്കുകയില്ല, ഞാൻ മരണപ്പെടുകയില്ല, ഇനി മരിച്ചാലോ മണ്ണിനോട് ചേർന്ന് ലയിച്ചു പോകും, ഭസ്മമാകും, ഇനി എവിടെ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്നൊക്കെ പറഞ്ഞ് വാദപ്രതിവാദം നടത്തിയവനല്ലേ. അവന്റെ റൂഹിനെ പിടിക്കാൻ ഇതാ മലക്ക് വരികയാണ്. സക്രത്തുൽ മൗതി ബിൽ ഹഖ്. ആ മരണമെന്ന യാഥാർത്ഥ്യം അവന്റെ മുന്നിലേക്ക് വരുമ്പോ അവനോട് ചോദിക്കുകയാണ്, ഇങ്ങനെയൊന്നുമില്ല എന്ന് നീ ധരിച്ചവനല്ലേ, ഇങ്ങനെയൊന്നും സംഭവിക്കൂല എന്ന് നീ നിഷേധിച്ചവനല്ലേ. ആ സമയത്ത് പറയും, അതല്ല അല്ലാഹു കൊണ്ടുവന്ന് മുന്നിൽ കാണിക്കും. ലാ യഖ്റുജു അഹദുകും മിനദ് ദുനിയാ ഹത്താ യറാ മഖ്അദഹു മിനൽ ജന്നതി അവിന്നാർ. നിങ്ങളിൽപ്പെട്ട ഒരാളും ഈ ദുനിയാവിൽ നിന്ന് മരിക്കൂല. അവൻ സ്വർഗാവകാശിയാണോ നരകാവകാശിയാണോ, ഇത് രണ്ടാലൊന്ന് അല്ലാഹു അവന്റെ മുന്നിൽ വെളിപ്പെടുത്തി കൊടുക്കാതെ ഒരാളും ഈ ദുനിയാവിൽ നിന്ന് മരണത്തിലേക്ക് പോവൂല. മരിക്കുന്നതിന് മുമ്പ് കാണിച്ചു കൊടുക്കും. അതാണ് അല്ലാഹു അടുത്ത് പറഞ്ഞത്. വനുഫിഖ ഫിസ്സൂർ ذلك يوم الوعيد. ഒരു ദിവസം വരും കേട്ടോ, അന്ന് സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോ ആഖിറത്തെയും പരലോകത്തെയും നിഷേധിച്ച് തള്ളിയവന്മാരാരൊക്കെയാ അവനെ അള്ളാന്റെ കോടതിയിലേക്ക് ഇതാ കൊണ്ടുപോവുകയാണ്. അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ അവനോട് ചോദിക്കും, അന്ന് നീ നിഷേധിച്ചവനല്ല, ഇങ്ങനൊന്നും ഇല്ലാന്ന്. فكشفنا عنك غطاءك فبصرك اليوم حديد. ഇന്ന് നിന്റെ കണ്ണിന്റെ മൂടുപടം അല്ലാഹ് ഇതാ എടുത്തു കളയുകയാ. അന്ന് നീ നിഷേധിച്ചില്ലേ ഈ ആഖിറമില്ല, പരലോകമില്ല, മഹ്ശറില്ല, ഇതാ ഇപ്പോ മനസ്സിലാക്കിയില്ലേ ഇതൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം. അന്ന് നിഷേധിച്ചവനാണ്, അന്ന് നിഷേധിച്ച് തള്ളിയവനാണ്. അതുകൊണ്ട് ഓർത്തോളി, പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുന്നിലുണ്ടായിട്ട്, കണ്ണുണ്ടായിട്ട് നമ്മളത് കാണാറില്ല, കണ്ണുണ്ടായിട്ട് നമ്മൾ കാണാറില്ല. നാളെ ആഖിറത്തിൽ എത്തുമ്പോൾ പടച്ചവൻ നമ്മളോട് ചോദിക്കും, ഇതൊക്കെ എത്ര സമയം നിനക്കൊക്കെ തന്നല്ലേ, ഇതെന്തെത്തി പഠിക്കാഞ്ഞ? അവലം നുഅമ്മിറുകും മാ യതദക്കർ വജാഅകുമുൻ നദീർ. പഠിപ്പിക്കാൻ മദ്രസകൾ ഉണ്ടായിരുന്നു, ഉസ്താദുമാരുണ്ടായിരുന്നു, ആലിമീങ്ങൾ ഉണ്ടായിരുന്നു, ഹാഫിളുകൾ ഉണ്ടായിരുന്നു, പഠിക്കാനുള്ള മാധ്യമങ്ങൾ നിന്റെ മുന്നിലുണ്ടായിരുന്നു. 50 വയസ്സ് 60 വയസ്സ് 70 വയസ്സ് വരെ നിനക്ക് നാം ദുനിയാവിൽ സമയം നൽകിയില്ലേ? എത്രയോ താക്കീതുകാര്, മുന്നറിയിപ്പുകാർ, പ്രബോധകന്മാര് നിന്റെ മുന്നിലേക്ക് കടന്നു വന്നില്ലേ? എന്നിട്ട് നീ പുച്ഛിച്ച് തള്ളിയില്ലേ? അവഗണിച്ച് കഴിഞ്ഞില്ലേ? ഇപ്പോ മനസ്സിലാക്കിക്കോ, അതിന്റെയൊക്കെ പരിണിത ഫലം ഇതാ നീ കാണാൻ പോവുകയാണ്. സമയം തന്നു, പഠിക്കാൻ സമയം തന്നു, പഠിച്ചില്ല. ഖദ് ഉമ്മിർത മാ കുൻത മുഅമ്മറാ
അള്ളാഹു ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് വേണ്ടതുപോലെ ദീനിനെ കൈകാര്യം ചെയ്യാനുള്ള ആയുസ്സും ആരോഗ്യവും അള്ളാഹു നിനക്ക് നൽകിയില്ലേ? അതൊക്കെ കളഞ്ഞില്ലേ? കളഞ്ഞു കുളിച്ചില്ലേ? ഇന്നിപ്പോ കടന്നിട്ട് നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പൊ അവൻ പറയും വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ فاعترفوا بذنبهم فسحقا لأصحاب السعير. അന്ന് ഞങ്ങൾ ആ പറഞ്ഞത് അനുസരിച്ചിരുന്നെങ്കിലോ, അന്നത് കേട്ടിരുന്നെങ്കിൽ, അന്ന് ഉൾക്കൊണ്ടിരുന്നെങ്കിൽ, അന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ മാ കുന്നാ മിൻ അസ്ഹാബിസ് സഈർ, ഈ കത്തിക്കാളുന്ന നരകത്തിന്റെ വിറക് കൊള്ളിയായി ഞങ്ങൾ മാറുമായിരുന്നില്ല അന്ന് പറയും. ഇന്ന് വാള് കട്ടൊന്നും പിടിക്കൂല. ഇന്നീ ഉസ്താദന്മാര് പറയുന്ന ഒന്നും തലയ്ക്ക് കയറൂല. ഇത് കേറുന്ന ഒരു ദിവസം വരും, അന്ന് മനുഷ്യൻ പറയുന്ന രംഗം ഖുർആൻ പറയാണ്. ഒന്നും കയറൂല. ബാക്കി എല്ലാത്തിനും ബുദ്ധിയുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും ബുദ്ധിയുണ്ട്. ഖുർആൻ പഠിക്കാനും ഇൽമിന്റെ വഴികളിലേക്ക് കടത്തിവിടാനും മക്കളെ ആ മാർഗത്തിലേക്ക് കൊണ്ടുപോകാനും ഇതിനൊന്നും നമുക്ക് സമയമില്ല. അപ്പാ ഉമ്മാക്ക് ആഗ്രഹിക്കുന്ന എന്താ? ഓ, ആലിമാക്കിട്ട് എന്ത് പുണ്യം, ആഫിളാക്കിട്ട് എന്ത് കിട്ടാനാണ്? ദുനിയാവിൽ ചുമ്മാ അമ്മാരുടെ ശമ്പളം 10,000 രൂപ ശമ്പളം എന്ത് ഉണ്ടാക്കാനാണ്? അല്ല MBA MTech MA BA ഒക്കെ പഠിപ്പിച്ചാൽ എന്തെങ്കിലും കിട്ടും. PSC വഴി എഴുതിയുള്ള ജോലി കിട്ടി, ഗവൺമെന്റിലൊക്കെ എന്തെങ്കിലും കിട്ടും. മരണം വരെ അവർക്ക് ജീവിക്കാനും മരിച്ചു കഴിഞ്ഞാലും അവർക്ക് കിട്ടാനുള്ള വഴികൾ അതൊക്കെയാണ്. അല്ലാതെ ഈ ആലിമായി ആഫിള എന്ത് കിട്ടാനാണ്? പപ്പടവും കഞ്ഞിയും കിട്ടും, അല്ല വേറെന്ത് കിട്ടാൻ? നമ്മൾ ധരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ മാപ്പായും ഉമ്മൻ ചിന്തിക്കുന്നതാണ്, നമ്മുടെ മക്കളെ ദുനിയാവിന് വേണ്ടിയാണ് അവർ പഠിപ്പിക്കുന്നത്. ആഖിറത്ത് അവരുടെ ലക്ഷ്യമില്ല. ദുനിയാവിൽ അവൻ ജീവിച്ചു പോകണം. നമ്മൾ ദീനിന്റെ അഹലുകാരായ ആളുകൾ നമ്മുടെ മക്കളെ കല്യാണം കഴിപ്പിക്കും. ആലിമ്യങ്ങളെ അവർ സെലക്ട് ചെയ്യാറില്ല, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ സെലക്ട് ചെയ്യും. എന്തിനറിയോ? എൻ്റെ മക്കൾ ജീവിച്ചു പോട്ടെ, മരിക്കുന്നവരെ ജീവിക്കാനുള്ള സമ്പത്തുണ്ടല്ലോ ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്. ആലിമ്യങ്ങൾക്ക് അവർ കൊടുക്കൂല. എല്ലാവരും ദീനിയായ ആളുകളാണെങ്കിൽ പോലും ആലിമ്യങ്ങൾക്ക് കൊടുക്കൂല. ആലിമ്യങ്ങൾക്ക് കൊടുക്കൂല മക്കളെ. കാരണം എന്താ? ഓ, പള്ളിയിലത്തെ ശമ്പളം കൊണ്ട് എന്ത് കിട്ടാനാ? പള്ളിയിലത്തെ ജോലി കൊണ്ട് എന്ത് കിട്ടാനാണ്? ഇതാണ് അവർ നോക്കുന്നത്. മറ്റേ ഉദ്യോഗസ്ഥനാകുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഇൽമു പഠിച്ചിട്ട് എല്ലാവരും ഉദ്യോഗസ്ഥ വഴികളിലേക്ക്, ആ ഒരു ഭൗതിക വഴികളിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പണം കിട്ടും, ദുനിയാവിൽ കിട്ടും. ആഖിറത്തിന്റെ കാര്യം ആര് നോക്കും? അവിടുത്തെ കാരന്വേഷിക്കും. ആഖിറത്തിൽ നമുക്ക് മക്കളെ വേണ്ടേ? പാപ്പാക്കും ഉമ്മാക്കും ആഖിറത്തിൽ മക്കളെ വേണ്ട, ദുനിയാവിൽ മതിയോ? ഖുർആൻ പറഞ്ഞ എന്താ? ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ വമാ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. അതിനെന്ന സ്വർഗം വേണോ? ഉമ്മമാരെ, ഉപ്പമാരെ, മക്കളെ ദുനിയാവിന് വേണ്ടി ജീവിപ്പിച്ച് മരിച്ചാ പോരാ. ഈ മക്കളെ നമുക്ക് ആഖിറത്തിലും പൂക്കളായി വേണം കേട്ടോ. ഈ മക്കളെ നാളെ ആഖിറത്തിൽ വാടിപ്പോകുന്ന പൂക്കളാകരുത്, അത് പുഷ്പിച്ച് കാന്തലിച്ച് നിൽക്കുന്ന പൂക്കളായി മാറണേ. അങ്ങനെയുള്ള മക്കളെ വാർത്തെടുക്കാൻ വാപ്പ ഉമ്മ നിങ്ങളെ തയ്യാറാകണം കേട്ടോ. എങ്കിൽ നാളെ ആഖിറത്തിൽ ഈ മക്കളോടൊപ്പം നമുക്ക് പരിലസിക്കാം. അതിനെന്ന സ്വർഗത്തിൽ നമുക്ക് പ്രവേശനമുണ്ടാകും. അവിടെ നമ്മുടെ ഉമ്മമാരെ കാണാം, അവിടെ നമ്മുടെ ഉപ്പമാരെ കാണാം. പക്ഷേ അള്ളാഹു ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. ഏത് ഉപ്പയ്ക്കും ഉമ്മക്കും പ്രവേശനമില്ല അവിടെ കേട്ടോ. ഫമൻ സ്വലഹ, അവർ സാലിഹ്യങ്ങളായിരിക്കണം, അമലുകൾ നന്നാക്കിയവരായിരിക്കണം, മക്കളെ ദീനിന്റെ മാർഗത്തിൽ പ്രബോധനം ചെയ്യിപ്പിച്ചവരായിരിക്കണം, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവരായിരിക്കണം. അങ്ങനെയുള്ള മാതാപിതാക്കൾക്കും മക്കൾക്കും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിനെന്ന സ്വർഗം നൽകുമത്രേ.
ആ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോ മലാകമാർ അവർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും മോദിക്കൊണ്ട് ബൊക്കകളുമായി, പൂക്കളുമായി, പൂച്ചെണ്ടുകളുമായി, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുമുള്ള കിരീടങ്ങളുമായി സ്വർഗത്തിൽ വിരാജിക്കുന്ന ആ മക്കളെയും മാതാപിതാക്കളെയും ആദരിക്കാൻ വേണ്ടി കൂട്ടം കൂട്ടമായി ഇറങ്ങി വരുമ്പോ അവര് പറയുകയാണ്, സലാമുൻ അലൈക്കും, എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഏറ്റവും നല്ല ഉത്തമ ഭവനമാണ് നിങ്ങൾ തെരഞ്ഞെടുത്തത് കേട്ടോ. ഇനി നിങ്ങളുടെ രഹസ്യങ്ങൾ ചോർത്തുന്ന മലക്കുകൾ ഞങ്ങളല്ല കേട്ടോ. സ്വർഗത്തിലെ കട്ടുറുമ്പാകാൻ ഞങ്ങളില്ല കേട്ടോ. മലക്കളൊക്കെ അമ്മക്ക് ആശീർവാദം നൽകിയിട്ട് പൂച്ചണ്ട് തന്നിട്ട് അവര് പോകും. പിന്നെ അമ്മയുടെ കളിയാ, പിന്നെ പന്ത് നമ്മുടെ കോർട്ടിലാണ്. പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെയാണ്. പിന്നെ ആരും അവിടെ ചർച്ച ചെയ്യാനുമില്ല, നോക്കാനുമില്ല, ഒന്നുമില്ല. മാതാപിതാക്കൾ മക്കളെ ആ വഴിക്ക് വിട്ടാലേ. ഇന്ന് മക്കൾ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന ദുനിയാവിൽ ഒരു പ്രശസ്തിയാണ്. എൻ്റെ മോൻ IAS കാരനാണ്, ആയിക്കോ. എൻ്റെ മോൻ IPS കാരനാണ്, ആയിക്കോ. എൻ്റെ മോൻ കളക്ടറാണ്, എൻ്റെ മോള് കളക്ടറാണ്. എൻ്റെ പൊന്നു ഉപ്പമാരെ, ഉമ്മമാരെ, കളക്ടറിന്റെ പദവിയിലിരിക്കുന്ന എത്ര മുസ്ലിം പെണ്ണുങ്ങളാ അള്ളാഹുവിനെ സൂക്ഷിച്ച് പേടിച്ചിട്ട് ആ ഒരു ഉത്തരവാദിത്വം വഹിക്കുന്നത്. ഭൗതികമായ ലോകത്ത് ഭൗതികമായ തലങ്ങളിൽ ജോലി ചെയ്യുന്നവർ എത്ര പേരാണ് അള്ളാഹുവിനെ ഭയപ്പെട്ട് ആ ജോലി ചെയ്യുന്നത്? സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ വ്യതിചലിച്ചു പോകും ചിലപ്പോ. അള്ളാഹുവേ, നീ മറയ്ക്കാൻ പറഞ്ഞ ഔറത്ത് തുറക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അങ്ങനെ തുറന്നിട്ട് നമുക്ക് സ്വർഗത്തിലാണോ നരകത്തിലാണോ എൻ്റെ മക്കളെ കൊണ്ടുപോകേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള ചോയ്സ് മാതാപിതാക്കൾക്കുള്ളതാ. വാപ്പാക്കും മക്കളുള്ളതാണ്. എൻ്റെ മോൻ സ്വർഗത്തിൽ പോകണം നരകത്തിൽ പോകണം തീരുമാനിക്കേണ്ടത് വാപ്പാണ്, അല്ല. അള്ളാടെ തീരുമാനം നമ്മളിങ്ങോട്ട് പ്രസവിപ്പിച്ച് സ്വർഗത്തിൽ മുസ്ലിം ആക്കി ഇങ്ങോട്ട് വിടുക എന്നുള്ളതാണ്. പിന്നെ മരിക്കുന്നത് എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങളുടെ യുവർ ചോയ്സ്, നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾ എങ്ങനെ മരിപ്പിക്കണം, നിങ്ങൾ എങ്ങനെ മരിച്ചു പോകണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളാണ് സെലക്ട് ചെയ്യേണ്ടത്. ഉപ്പ ഉമ്മമാര് തിരഞ്ഞെടുത്തോണം. അതുകൊണ്ടല്ലേ അല്ലാഹു തആല സൂറത്തുൽ തഹരീമിൽ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസ് വൽ ഹിജാറ അലൈഹാ മലായിക ഗിലാദുൻ ശിദാദ് لا يعصون الله ما أمرهم ويفعلون ما يؤمرون. വാപ്പാ, ഉമ്മ, ആമനു വിശ്വസിച്ച വാപ്പമാരെ ഉമ്മമാരെ, നിങ്ങൾ സൂക്ഷിക്കണേ, അംഫുസക്കും വഅഹ്ലീകും നാറാ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങൾ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണം കേട്ടോ. അയൽപക്കത്തുള്ള ലൈല വേലിചാടിപ്പോയി, നമ്മളതിനെ കുറിച്ച് ചർച്ച ചെയ്യണ്ട. അയൽപക്കത്തുള്ള അസനാരുടെ മോൾ ഹസീന വല്ലവന്റെയും കൂടെ ഒളിച്ചോടിപ്പോയി, നമ്മൾ എന്തിനാ അന്വേഷിക്കാൻ പോകുന്നത്? നിന്റെ മോൾ ഒളിച്ചോടി പോകാതെ നീ സൂക്ഷിക്കണേ, നിന്റെ മോള് തെറ്റിപ്പോകാതെ നീ സൂക്ഷിക്കണേ, നിന്റെ മകൻ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോകാതെ നീ സൂക്ഷിക്കണേ. നാളെ അയൽപക്കത്തുള്ള ലൈല ഓടിയതിനെ കുറിച്ച് നിന്നോട് ചോദിക്കൂല. വാപ്പ, നിന്റെ മോളും മോനും പിഴച്ചു പോയതിനെ കുറിച്ച് നിന്നോട് നാളെ ചോദ്യം ഉണ്ടാകും. മനസ്സിലായോ? അയൽവക്കത്തെ കാര്യം നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്? അതവരെ വാപ്പ ഉമ്മ നോക്കിക്കോളും. നമ്മുടെ കാര്യം നമ്മൾ നോക്കിയാ പോരെ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അദ്ദിബ് ഇബ്നക്, ഉമ്മ വാപ്പ, നിന്റെ മക്കളെ നീ മര്യാദ പഠിപ്പിക്കുക കേട്ടോ. അദ്ദിബ് ഇബ്നക്, നിന്റെ മക്കളെ നീ മര്യാദ പഠിപ്പിക്ക്. ഫഇന്നക മസ്ഊലുൻ അൻഹു, തീർച്ചയായും ആ മര്യാദ എന്താണ്, അദബ് എന്താണ്, തർബിയത്ത് എന്താണ്, തസ്കിയത്ത് എന്താ, അതിനെ കുറിച്ച് വാപ്പാ ഉമ്മ ആഖിറത്തിൽ നിങ്ങളോട് ചോദ്യമുണ്ടാകും. വാപ്പ കയറൂരി വിട്ടിരിക്കാം മോനെ,
അവള് പോവാ, ബൈക്ക് എടുത്തോണ്ട് ഞങ്ങളും പോകാം. ആര് ചോദിക്കാൻ? അവൻ പോയി, ആര് ചോദിക്കാൻ? കഞ്ചാവ് അടിച്ച് അവിടെ കിടക്കുന്നു. ചാവുമ്പം പള്ളി കൊണ്ടുവന്ന് വെക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന. കഞ്ചാവ് അടിച്ചത്തവനാ. അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, സ്വർഗ്ഗം കൊട്. അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, സ്വർഗ്ഗം കൊട്. പിന്നെ പോയിരുന്നു അവിടെ ഫാത്തിഹ, ഇവിടെ ഫാത്തിഹ, അവിടെ ദുആ, ഇവിടെ ദുആ. കഞ്ചാവ് അടിച്ചത്തവൻ അല്ലാഹുവേ, അല്ലാഹുവേ, സ്വർഗ്ഗം കൊട്, സ്വർഗ്ഗം കൊട്, സ്വർഗ്ഗം കൊട്. നമ്മുടെ ഗതികേട്. പള്ളിയിൽ ജോലിയായിപ്പോയി. കഞ്ചാവ് അടിച്ച് ചത്തവനും ആത്മഹത്യ ചത്തവനും വെള്ളമടിച്ച് ചത്തവനും ഇതൊക്കെ ചത്തവനൊക്കെ ദുആരക്കാന്നുള്ളത് നമ്മുടെ ഗതികേട്. അല്ലാണ്ട് വേറെന്താ ചെയ്യാൻ? നമ്മളിപ്പോൾ എല്ലാ പള്ളിക്കാർ പിരിച്ചുവിട്ട് നമ്മളിവിടെ പോകും. അതുകൊണ്ട് കഷ്ടപ്പെട്ടൊക്കെ ഇച്ചിരിയൊക്കെ കണ്ണൊക്കെ അടച്ച് ഒക്കെ കടിച്ചു പിടിച്ചൊക്കെ ജീവിച്ചു പോകുന്നു. നമ്മുടെ ഗതികേട്. അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിക്കാരന്മാർക്ക് ബോധം ഉണ്ടാവണം. ഉസ്താദ് അങ്ങനെയുള്ളമാർക്കൊന്നും നിങ്ങൾ ദ്വാരക്കണ്ടെന്ന് ഉസ്താദന്മാരുടെങ്കിലും വന്ന് പറയാനുള്ള ചങ്കൂറ്റവും തൻ്റെ ഇടമുള്ള പള്ളി കമ്മിറ്റിക്കാരന്മാരുണ്ടാവണം. കാരണം എങ്ങനെ പറയും? പ്രസിഡന്റിൻ്റെ അനിയൻ്റെ മോനല്ലേ വെള്ളമടിച്ച് ചത്തത്, പിന്നെ അയാൾക്ക് പറയാൻ പറ്റുമോ? അയാൾക്ക് പിന്നെ പറയാൻ പറ്റുമോ ഉസ്താദ് അവനോട് ദ്വാരക്കല്ലെന്ന് പറയാൻ പറ്റുമോ? പ്രസിഡന്റിൻ്റെ തല കാണത്തില്ല, അനിയൻ വന്ന് വെട്ടിക്കളയും. എൻ്റെ മോൻ ചത്ത് ദ്വാരക്കടാന്ന് പറയാൻ പറ്റൂലല്ലോ. എന്ത് ചെയ്യാൻ പറ്റും? കാരണം കാലഘട്ടം അങ്ങനെയാണ്. ഇവിടെ ഉസ്താദന്മാരെന്ത്, ഞങ്ങളിപ്പോൾ എല്ലാം നമ്മളെ പള്ളിയിൽ നിന്ന് പിരിച്ചു വിട്ട് നമ്മളെന്ത് ചെയ്യും? ഒരാൾക്ക് വേണ്ടി നമ്മളിപ്പോൾ ഇറങ്ങി പോകാൻ ബാക്കിയുള്ള ഉമ്മത്തിന് ദഅവത്ത് ചെയ്യുന്നവരാ. അതുകൊണ്ട് പിന്നെ എല്ലാം കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല, അത്രയും തന്നെ. ആ ജിസ്റ്റിൽ അങ്ങനെ പോകും. ഉലമാക്കൾ അൽ ഉലമാ വൽ ഉമറ, രണ്ടുപേരും നന്നായെങ്കിൽ സമുദായം നന്നാവും. ഉലമാക്കൾ നന്നാവണം, ഉമറാക്കൾ നന്നാവണം. ഞങ്ങൾ മാത്രം നന്നായതുകൊണ്ട് കാര്യമാവില്ല. നമ്മളെ ഭരിക്കുന്ന കമ്മിറ്റിക്കാർ തന്നെ. ഭരണം പരിപാലന സമിതിയൊന്നുമല്ല, ഒരു പരിപാലനമല്ല, ഭരണസമിതി തന്നെ എഴുതി വെച്ചോളി. ആരാ പള്ളി പരിപാലിക്കുന്ന? ഏത് സെക്രട്ടറിയാണ് പള്ളിയിലത്തെ കക്കൂസ് കഴിയുക? ഒന്ന് കൈപൊക്ക്. പള്ളിയിലെ കക്കൂസ് കഴിയുക സെക്രട്ടറിയോടുണ്ടോ? ഈ മജ്ലിസിലുണ്ടോ? പള്ളിയിലെ കക്കൂസ് കഴിയുക പ്രസിഡന്റ് ഉണ്ടോ? ഒന്ന് കൈപൊക്ക് നോക്കട്ടെ. അൽഹംദുലില്ലാ. അതേത് ഏതാ ഉപ്പ? ഒരു ഉപ്പ പൊക്കി. എനിക്ക് അഭിമാനത്തോടെ പറയണം. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഉസ്താദ് തന്നെ സന്തോഷിക്കുന്നു. മാഷാ അല്ലാഹ്. പള്ളിയിലത്തെ ഒരു പ്രസിഡന്റ് സെക്രട്ടറി കക്കൂസ് കഴിയുമെന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. അതാണ് പരിപാലന. ഖിദ്മത്ത് എന്ന് പറഞ്ഞതാണ്. ഇത് ഖിദ്മത്ത് എന്ന് പറഞ്ഞതാണ്. ഓരോ കക്കൂസും പള്ളിയിലത്തൊക്കെ ബാത്റൂമൊക്കെ കയറി നോക്ക്. മനുഷ്യന് നമ്മൾ നൂറേന്ന് ഫയർഫോഴ്സ് അടിച്ച് പോകുന്നത് അവിടെ. ഇത് ആ കക്കൂസിന്റെ ക്ലോസറ്റ് കാണുമ്പോൾ എല്ലാം ഡിലീറ്റായി പോകും അകത്തൂടെ തന്നെ. ഒന്നും പുറത്തേക്ക് വരില്ല. കക്കൂസിന്റെ കോലം കണ്ടാൽ ആരെങ്കിലും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഒറ്റ ബാത്റൂമുകൾ കയറി നോക്ക്, ഒരെണ്ണത്തിനും കുറ്റിയില്ല. ഒരു ബാത്റൂമിന് കുറ്റിയില്ല. ഇത് പള്ളി കമ്മിറ്റിക്കാർ നോക്കണ്ടേ, അന്വേഷിക്കണ്ടേ? ബക്കറ്റില്ല. ആ ബക്കറ്റിന്റെ കോലം കാണാൻ അടിയിൽ കൂടെ വെള്ളം പോവും, സൈഡിൽ കൂടെ വെള്ളം പോവും. പൈപ്പ് തുറന്ന് വിട്ടാൽ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വെള്ളം പോവാണ്. ഇതൊക്കെ നോക്കട്ടെ, എത്ര വെള്ളം വേസ്റ്റായിട്ട് പോകുന്നത്. ഒരു നല്ലൊരു ബക്കറ്റ് ഒരു മഗ്ഗും വാങ്ങി വെച്ചൂടെ? ആരുടെ എന്തിനാ നിങ്ങളെ പള്ളി കമ്മിറ്റി കയറ്റിയിരുത്തുന്നത്? ഉസ്താദ്മാരെ ഭരിക്കാൻ. അല്ല പിന്നെ വേറെന്താ? വേറെ നിങ്ങളെ കമ്മിറ്റി കയറ്റി വെച്ചിരിക്കുന്നത് അതിനല്ലേ? ഉസ്താദെ ഇവിടെ പോയി ഇന്നലെ കണ്ടില്ലല്ലോ, ഇന്നലെ ലോഹറിനെ കണ്ടില്ലല്ലോ, ഞാൻ കണ്ടില്ല. ഇയാൾ ലോഹർ നിസ്കരിച്ചിട്ട് 10 ദിവസമായി. കമ്മിറ്റിയാ മെയിൻ ആളാ. നിസ്കരിച്ചിട്ട് 10 ദിവസമായി. ഇയാൾ ഉസ്താദിനെ അവിടെ കണ്ടല്ലോ. ആര് പറഞ്ഞപ്പോൾ? നിങ്ങൾ ആര് പറഞ്ഞു? അതൊക്കെ എനിക്ക് റിപ്പോർട്ട് കിട്ടും ഉസ്താദെ. ഞാൻ അവിടെ വീട്ടിൽ കിടന്നാൽ മതി, നിസ്കരിക്കാതെ കിടന്നാൽ മതി. നിങ്ങൾ നിസ്കരിച്ചില്ലെങ്കിൽ എനിക്ക് എൻ്റെ റിപ്പോർട്ട് കിട്ടും. കൊള്ളാം. നല്ല പ്രസിഡന്റ്, നല്ല സെക്രട്ടറി. ഇങ്ങനെയുള്ള സെക്രട്ടറിയാണ്, ഇങ്ങനെയുള്ള കമ്മിറ്റിക്കാരാണ് നമുക്കുള്ളത് ഇവിടെ. എല്ലാം നമ്മുടെ നോക്കണം. പിന്നെ എങ്ങനെ ഉമ്മത്ത് എന്നാവും? ഞങ്ങൾ മാത്രം എന്നായാൽ മതിയോ? ഞങ്ങൾ നിങ്ങളുടെ കൂടെ കൂടുക, പിന്നെ അല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യാൻ? നിങ്ങൾ നിങ്ങളുടെ കൂടെ കൂടുകയാണ്, വേറെ മാർഗ്ഗമില്ല. നിങ്ങൾ നന്നായി വാ, നമുക്ക് നന്നാവും, ഒരുമിച്ച് നമുക്ക് പോകാം. അല്ലാതെ കണ്ട് നമ്മൾ മാത്രം ഇതൊന്നും പ്രസംഗിച്ചുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അത് നിങ്ങളും കൂടെ തയ്യാറാവണം. ഒരു നമ്മുടെ നാട്ടിൽ ഒരു അരാജകത്ത് നടക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ വെള്ളമടി കൂടുതലാണ്, ഇവിടെ ഒരുപാട് മദ്യപാനം കൂടുതലാണ്, അല്ലെങ്കിൽ ഭയങ്കരമായി കല്യാണങ്ങൾക്കൊക്കെ പാട്ട് ഗാനമേള, ഇതൊക്കെ ശരിയല്ല. നമ്മുടെ മഹലിൻ്റെ കീഴിൽ നടക്കുകയാണ്. ജമാഅത്ത് കമ്മിറ്റി എത്രയും വേഗം ഒരുമിച്ച് കൂടി ഒരു തീരുമാനം എടുത്തിട്ട് ഉസ്താദ് പറഞ്ഞോളിന്ന് ഒരു ഓർഡർ ഞങ്ങൾക്ക് താ. ധൈര്യമായിട്ട് ഉസ്താദ് പറഞ്ഞോ, തീരുമാനമാണ്, പറഞ്ഞോ. ഞാൻ ജോലി ചെയ്യുന്ന മണക്കാട് ജമാഅത്തിൽ കമ്മിറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദെ പലിശയുടെ 1 രൂപ നമ്മുടെ പള്ളി പണിക്കും വേണ്ട, മദ്രസയ്ക്കും വേണ്ട, പള്ളിയുടെ ഇവിടെ പെരുന്നാളിന് റമദാൻ മാസത്തിൽ കൊടുക്കുന്ന കഞ്ഞിക്കും വേണ്ട, പലിശ ലോട്ടറിയുമായി ബന്ധപ്പെടുന്ന ഒരാളുടെയും പൈസ വേണ്ട. കമ്മിറ്റി എഴുതി തന്നിട്ടുണ്ട്. പച്ചയ്ക്ക് നമുക്ക് പറയാം, ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയാം. കമ്മിറ്റി എഴുതി തന്നേക്കാണ്. അങ്ങനെയുള്ള പൈസ ഞങ്ങൾ സ്വീകരിക്കൂല, വേണ്ട. അങ്ങനെ ഒരാൾ അറിയാതെ 1 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തു. അത് അദ്ദേഹം ലോട്ടറി കച്ചവടക്കാരനെന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ച് അതേപോലെ റിട്ടേൺ അടിച്ചു അയാളുടെ വീട്ടിലേക്ക്. അത് തിരുവനന്തപുരം ഞങ്ങളുടെ ജമാഅത്ത് അങ്ങനെ. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് പറയാം. പക്ഷേ ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റുമോ? ഇന്നത്തെ പള്ളികളിലൊക്കെ പറയാൻ പറ്റുമോ? അല്ലാഹു അക്ബർ. ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി, ഇപ്പോഴൊന്നുമില്ല, 1997. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അടി കിട്ടിയ എൻ്റെ ഓർമ്മ.
അത് പ്രസംഗിക്കാൻ പോയി. അന്ന് അവിടെ പോയി പിന്നെ ഈ കള്ളുകുടിയും വ്യഭിചാരവും അതിനെക്കുറിച്ചൊക്കെ പ്രസംഗിച്ച് പോകേണ്ട പകുതിക്ക് ഉസ്താദ് ഹത്യ പഠിത്തിരിപ്പുണ്ട്. അയാൾക്ക് നോട്ടീസ് കൊടുക്കും, നിർത്താൻ പറ. എനിക്കിതൊന്നും മനസ്സിലാവും. ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചു, അയാളൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഞാനിങ്ങനെ പ്രസംഗിച്ച് അവസാനം പിന്നെ മൈക്ക് ഓഫാക്കി, പിന്നെ മൈക്ക് എടുത്തു മാറ്റി, പിന്നെ കസേരയെല്ലാം എടുത്ത് ഓരോ എന്താപ്പം ഇതൊന്നും പിടുത്തം കിട്ടുന്നില്ല, വേണ്ട പ്രസംഗം നിർത്താൻ പറഞ്ഞത്. സംഭവം എന്താ, സെക്രട്ടറി മറ്റേതിനകത്ത് പിടിക്കപ്പെട്ടിരിക്കുക. ഇത് ഞാൻ ഇതുവല്ല പറഞ്ഞത്, ഞാൻ ഇതൊന്നും പറഞ്ഞില്ല. സംഭവം ഇങ്ങനെ പറഞ്ഞ പള്ളിയിലെ സെക്രട്ടറിയാണ്. അപ്പം അവസാനം പള്ളിയിലത്തെ മോദിയും വന്ന് അടിക്കാൻ വരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ മോദിയിലുള്ള ഈ താടിയൊക്കെ വെച്ച് എന്നിട്ട് എന്നെ 5-6 പുഴുത്ത ചീത്ത. നോക്കുമ്പോൾ അയാളും സപ്പോർട്ട് ചെയ്യുന്നകത്ത് മറ്റേൻ്റെ കൂടെ. അപ്പോൾ കള്ളുകുടിയുടെയും വ്യഭിചാരത്തിൻ്റെയും പേരിൽ അവർ പിടിക്കപ്പെട്ടതിൻ്റെ പേരിൽ അത് ഉസ്താദ് എന്നെ കൊണ്ട് പറയിപ്പിച്ചു എന്നുള്ള ധാരണയിൽ അവർ പ്രശ്നം ഉണ്ടാക്കിയതാണ്. 1997 കേട്ടോ. എനിക്ക് ഇപ്പം പ്രസംഗിക്കുമ്പോഴത് ഓർമ്മ വരികയാണ്, ഓർ എവിടെ പോയാലുമേ. അപ്പോൾ ജമാഅത്തിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്നവരാണ് അവർ. അള്ളാഹു നമ്മളെല്ലാം കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു ദുനിയാവിലെ ആഖിറത്തിലെ അയ്ബുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ, സഹായിക്കട്ടെ. പക്ഷേ അവരത് നിർത്താൻ പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പ്രസംഗിക്കേണ്ട. പിന്നെ പ്രസംഗം നടന്നില്ല. പിന്നെ മൈക്ക് ഓഫാക്കി വെച്ച് ഞാൻ പ്രസംഗിച്ചു. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ആരെയും കുറ്റം പറയല്ല. പടച്ചവരെ നമ്മൾ നല്ല ആളായിട്ട് വേണ്ട നമ്മൾ മറ്റുള്ള കുറ്റം പറയല്ല. പക്ഷേ ഈ പൊതു സമൂഹത്തിൽ നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കമ്മിറ്റി അംഗങ്ങളായാലും ഉസ്താദന്മാരായാലും നമ്മളൊക്കെ സൂക്ഷിക്കും. നമ്മുടെ ഓരോരോ കാര്യങ്ങളെടുത്ത് ഇങ്ങനെ പരസ്യമാക്കി നാണം കെടുത്തുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പടച്ചവൻ അതുകൊണ്ട് നബിതങ്ങൾ നമുക്കൊരു ദുആ പഠിപ്പിച്ചത്, അല്ലാഹുമ്മ ലാ തഫ്ലഹന ബൈന റഊസുൽ ഖലായിഖി വലാ ഫിദ് ദുനിയ വലാ ഫിൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ നാണം കെടുത്തല്ല പടച്ചോനെ. അങ്ങനെ ഒരു ദുആ നബി പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും അത് ചൊല്ലിക്കോണം. കാരണം ഇന്ന് നാണം കെടുത്തുന്ന ലോകമാണ്. നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കും. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ഉലമാക്കളോടൊപ്പം ചേർന്ന് നിന്ന് ഉമറാക്കൾ ദീനിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കും. അതുകൊണ്ടല്ലേ അല്ലാഹു തആല ഖുർആനിൽ പള്ളിയുടെ ഉത്തരവാദിത്വം വഹിക്കുന്നവർ ആരായിരിക്കണമെന്ന് അല്ല പറഞ്ഞതല്ലേ. പടച്ച തമ്പുരാൻ പറയുന്ന വാക്കാണ് നമ്മൾ കേൾക്കേണ്ടത്. അള്ളാന്റെ വീട്, ആ പള്ളി അള്ളാന്റേതാണ്. അപ്പൊ അത് ഭരിക്കേണ്ടത്, ഉത്തരവാദിത്വം വഹിക്കേണ്ടത് ആരായി? ഇന്നമാ യഅമുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമസ് സലാഹ് വആതസ് സകാഹ് വലം യഖ്ശ ഇല്ലല്ലാഹ്. എത്ര വലിയ വാക്കാതല്ല പറഞ്ഞത്. എത്ര വലിയ 2 പ്രാവശ്യം അള്ളാഹു സൂക്ഷിച്ചോ. 2 പ്രാവശ്യം പറഞ്ഞു പള്ളി കമ്മിറ്റിക്കാരോട്, ഇന്നമാ യഅമുറു മസാജിദല്ലാഹ്, മൻ, അല്ലാഹുവിന്റെ ഉത്തരവാദിത്വം, പള്ളിയുടെ ഉത്തരവാദിത്വം വഹിക്കേണ്ടവർ, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ടും ആഖിറത്തെ കൊണ്ടും വിശ്വസിക്കുന്നവനാകണം. പള്ളിയുടെ കടിഞ്ഞാൻ പിടിക്കാൻ, പള്ളിയുടെ ഖജനാവിന്റെ താക്കോല് വാങ്ങാൻ. അല്ല പറഞ്ഞ വാക്കാ. കാരണം അള്ളാഹുവിനെ വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് ആഖിറത്തെ വിശ്വസിക്കണം എന്നാ പറഞ്ഞത്. എന്തപ്പാ അതിന്റെ അർത്ഥം? വല്ലതും പള്ളി നടിച്ചു മാറ്റിയാൽ മോനെ ആഖിറ ഉണ്ട്, അവിടെ നിന്നെ പോക്കും, അതതിന്റെ അർത്ഥം. അള്ളാഹുവിനെ വിശ്വസിക്കണം, ആഖിറത്തെയും വിശ്വസിക്കണം. അള്ളാഹെ മാത്രം വിശ്വസിച്ചാൽ പോരാ. നീ മരിച്ചു പോയാൽ വീണ്ടും ഒരു പുനർജന്മമുണ്ടാകും. ആ പുനർജന്മത്തിലൂടെ നിന്നെ അള്ളാന്റെ കോടതിയിലേക്ക് ഹാജരാക്കപ്പെടും. അന്ന് നീ പള്ളിയുടെ കമ്മിറ്റിയിൽ ഇരുന്നിട്ട് എത്ര പൈസ നീ തിരിമറി നടത്തിയിട്ടുണ്ട്, കച്ചവടത്തിന് വേണ്ടി എടുത്തിട്ടിട്ടുണ്ട്, എത്ര പൈസ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്, എത്ര രസീത് കുറ്റി നീ അടിച്ചു മാറ്റി എഴുതിയിട്ടുണ്ട്. ഇത് മാത്രം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഖിറത്തിൽ നാളെ പൊക്കി കൊണ്ടുവരുമത്രേ. അതുകൊണ്ട് ആഖിറത്തെ കുറിച്ച് വിശ്വസിക്കുന്നവരായിരിക്കണം പള്ളിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടവർ. ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആഖിറത്തെ കുറിച്ച് വിശ്വസിക്കണം. അങ്ങനെ ആഖിറത്തിൽ അവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ അടുത്ത ക്വാളിറ്റി അവർക്ക് എന്താ? വഅഖാമസ് സ്വലാഹ്, അവർ കൃത്യമായി ജമാഅത്തായി ആ പള്ളിയിൽ ആ നാട്ടിലുണ്ടെങ്കിൽ അവിടെ വന്നവർ നമസ്കരിക്കട്ടെ. നമസ്കാരം ഉണ്ടാകണം. ഏതെങ്കിലും ഒരു വഖത്തിൽ കമ്മിറ്റിക്കാർ എപ്പോഴും ഉണ്ടാകണം. കാരണം ജനങ്ങൾ പള്ളിയിൽ വരുമ്പോൾ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നമ്മുടെ കമ്മിറ്റി മെമ്പറിനോടോ പ്രസിഡന്റിനോ സെക്രട്ടറിയോടോ പറയാനൊരാൾ വേണം. നോക്കുമ്പോൾ സെക്രട്ടറി ഇല്ല, പ്രസിഡന്റും ഇല്ല. ഞാൻ പല പള്ളിയിലും ജോലി ചെയ്തിട്ടുണ്ട്. ഒരു പള്ളിയിൽ ജോലി ചെയ്തപ്പോൾ ആ പള്ളിയുടെ ഫുൾ ഉത്തരവാദിത്തം അവിടുത്തെ മോദീനാണ്, മുഅദ്ദിൻ സാഹിബ്. അവർക്കുള്ള ശമ്പളം പോലും അയാൾ എനിക്ക് തരുന്ന മുഅദ്ദിനാണ്. പ്രസിഡന്റ് സെക്രട്ടറിയും പൊതുയോഗത്തിനാണ് വരിക, എല്ലാം മോദി സാഹിബ്. എങ്ങനെ ഉണ്ടാവും? ജീവിതത്തിൽ ശമ്പളം കൂട്ടി കിട്ടുമോ? ആര് കൂട്ടാനാ? ഇതാണ് സംഭവം. അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവരെങ്ങനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പള്ളിയിൽ വരണം. അപ്പാ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ പ്രസിഡന്റ് വേണ്ട, സെക്രട്ടറി വേണ്ടേ? പ്രസിഡന്റ് സെക്രട്ടറി കയറി ഇരുന്നാൽ മതി. അഖാമസ് സലാ, നിസ്കാരം നിലനിർത്തണം. സക്കാത്ത് കൊടുക്കാൻ അർഹതയുള്ളവനാണെങ്കിൽ കൊടുക്കണം.
സക്കാത്ത് കൊടുക്കണം. പൈസക്കാരനാ. നല്ല നല്ല കോടീശ്വരന്മാരൊക്കെ ആയിരിക്കും പള്ളിയുടെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ. വർഷത്തിൽ എത്ര സക്കാത്ത് കൊടുക്കുന്നുണ്ടെന്ന് ചോദിച്ചു നോക്കണം. നിങ്ങളുടെ കണക്ക് എങ്ങനെയാണ് ഹബീബേ? എൻ്റെ അറിവിൽ 2 പേരാണ് 40 ലക്ഷം 35 ലക്ഷം സക്കാത്ത് കൊടുക്കുന്നതായിട്ട് എനിക്ക് അറിയുന്നത്. 2 പേരാണ്. അത് എനിക്ക് നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് ആ കണക്ക് കൂട്ടിയിട്ട് കറക്റ്റ് എല്ലാ വർഷവും ഉസ്താദ് ആ സമയമാകുമ്പം ഇത്ര പൈസ ഞങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് വ്യക്തിപരമായിട്ട് അറിയാം. ബാക്കി എത്രയോ സമ്പന്നന്മാരുണ്ട്, അള്ളാഹു ആലം, കൊടുക്കുന്നുണ്ടെന്ന് പറയും, കണക്ക് കിട്ടുന്നില്ല. കണക്ക് കിട്ടുമ്പോഴല്ലേ നമുക്ക് ഒരു ഉറപ്പ് വരുള്ളൂ ഇത്രയും രൂപ അദ്ദേഹത്തിനുണ്ട്, കഴിവുണ്ടായിട്ട് ഇത്രയും കൊടുക്കുന്നുണ്ടെന്നറിയാം. ഇഷ്ടം പോലെ ഉണ്ട്, കൊടുക്കൂല, പിടിച്ചു വെച്ചോ. വൈലുൽ മുശ്രികീൻ അല്ലദീന ലാ യൂതൂന സക്കാ വഹും ബിൽ ആഖിറതി കാഫിറൂൻ. സക്കാത്ത് കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവനെ നരകമാണ്, നരകമാ. ആഖിറത്തിൽ നിങ്ങൾ നിഷേധിക്കുന്നവരാണ്, ആഖിറത്തെ നിഷേധിക്കുന്നവരാ. ആഖിറത്തിൽ നിങ്ങൾ തീരാ ദുഃഖത്തിലും നഷ്ടത്തിലുമായിരിക്കും കേട്ടോ. സമ്പത്തുണ്ടായി, നിസ്കാരം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പണമുണ്ട്, അതിന്റെ സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് കൊടുക്കണം ഹബീബേ. 1 കോടിയുടെ ആസ്തിയുണ്ട്, ഓരോരുത്തരൊക്കെ 4 കോടി 3 കോടി 5 കോടിക്കൊക്കെ വലിയ സൂപ്പർ മാർക്കറ്റൊക്കെ നടത്തി അതിന്റെ കണക്ക് കൂട്ടാറുണ്ടോ വർഷം തോറും? മാർച്ച് മാസം അല്ലേ കൂട്ടുമല്ലോ, ലാസ്റ്റ് ഘട്ടത്തിൽ കൂട്ടിയിട്ട് ഗവൺമെന്റിന് റിട്ടേൺ സമർപ്പിക്കുമല്ലോ. ഗവൺമെന്റിന് കൃത്യം കണക്ക് കൊടുക്കൂലേ? അവർ 18% വെച്ച് ഗവൺമെന്റിന് കൊടുക്കണം. നിങ്ങൾ അതൊന്നും വേണ്ട, 2.5% കൊടുത്താൽ മതി. 1 കോടി രൂപ നിങ്ങളുടെ കൈവശം ഒരു വർഷം നിങ്ങൾക്കുണ്ടോ? 2.5 ലക്ഷം രൂപ കൊടുത്താൽ മതി. ആ 2.5 ലക്ഷം 100 പണക്കാരന്മാർ തയ്യാറായി എത്ര ദാരിദ്ര്യം നമുക്കിവിടെ മാറിക്കിട്ടും പാവപ്പെട്ട മക്കളുടെ? 2.5 ലക്ഷം. 5 കോടിക്ക് 10 ലക്ഷത്തിൻ്റെ ഒരു കെട്ട് സക്കാത്ത് ഇങ്ങനെ എടുത്തു വെക്കുമ്പോൾ ശൈത്താൻ വന്ന് ഉച്ചിമുടി പിടിച്ചിട്ട് പറയും, സുബൈറെ നിനക്കൊരു ജോലിയില്ല, ഇതെടുത്ത് നീ ഇന്ന് കച്ചവടം ചെയ്താൽ നാളെ അടുത്ത മാസം നിനക്ക് ഡബിൾ കിട്ടൂലേ, നീ ഇത് കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെ ആലോചിക്കും, ശരിയാണല്ലോ, 10 ലക്ഷം ഈ കെട്ട് സക്കാത്ത് ഫ്രീ ആയിട്ട് ഈ 10 ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് വിറയ്ക്കും. കൈ വിറയ്ക്കരുത്, ഇത് തീയാണ്, ഇത് കയ്യിലിരുന്ന കൈ പൊള്ളും, അതുകൊണ്ട് കൊടുക്കണത് 10 അല്ല 20 ലക്ഷം 50 ലക്ഷം ഇരുന്നാലും കൊടുക്കണം. അപ്പൊ നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കി, 40 ലക്ഷം വർഷം തോറും സക്കാത്ത് കൊടുക്കുന്നവന്റെ രംഗമൊന്ന് ആലോചിച്ച് നോക്ക്. 40 ലക്ഷത്തിന് ഒരു കെട്ട് മേശപ്പുറത്ത് വെച്ചിട്ട് ഇത്ര വെച്ച് കൊടുക്കുന്നവരുടെ രംഗമൊന്ന് ആലോചിച്ച് നോക്കി. അവനപ്പോൾ എത്ര ഓർക്കണം, ചിന്തിക്കണം. ഹബീബെ, ഇത് അള്ളാഹയെ പേടിയുള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ, ആഖിറത്തെ പേടിയുള്ളവർക്ക് പറഞ്ഞിട്ട് കാര്യമുള്ളൂ.